എന്റെ പൊന്ന് ദൈവമേ, ഇന്നെങ്കിലും ഈ ബോൺലെസ് ബംഗ്ലാവിന്ന് ബോണക്കാട് ബംഗ്ലാവിന്ന് ഒരു പ്രയത്തിനെങ്കിലും ഒന്ന് ഒപ്പിച്ചേരണേ. പ്രേതത്തിന് ഒപ്പിച്ചേരാൻ ദൈവത്തിന്റെ അടുത്ത് പറയുമ്പോ പ്രയത്തിന് ഈഗോ ആവൂ. അത് വേണ്ട, എന്റെ പൊന്ന സാത്താനെ. വിളിക്കേണ്ടവരെ വിളിച്ചപ്പം വിളി കേട്ടുമില്ലേ? ഈ ബംഗ്ലാവിന്ന് ഒരു പ്രയത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചേരാവോ? കാരണം ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള സ്റ്റോറി കൊടുത്താലേ എം ന്യൂസിലെ ട്രെയിനിങ് മാറി ഒരു സ്ഥിരം ജോലി കിട്ടുള്ളൂ. അതുകൊണ്ടാ ഒന്ന് മിന്നിച്ചേക്കണേ. ഉണ്ട്, ഇവിടെ എവിടെയോ നല്ല മുറ്റിയ പ്രേതമുണ്ട്. നല്ലൊരു ഒരു 42 കിലോ ഉള്ള ഒരെണ്ണം കിട്ടിയെങ്കിൽ രക്ഷപ്പെടും. പെണ്ണും പിള്ളെ പോലത്തത് വേണ്ടേ? വേണ്ട. നല്ല ഒരെണ്ണം എനിക്ക് കിട്ടിയേ പറ്റൂ, അത്രയും മതി. നല്ല ഒന്നിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അച്ഛനും മോനും കൂടി ഒരേ സ്ഥലത്ത്. ഏത് നേരത്താണോ? നീയല്ല പറ, ഞാനാണ് പറയേണ്ടത്. ഏത് നേരത്താണ്? ഈശ്വര, ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണേ. വലിച്ചല്ലോ നാദാ, ഒന്നും അറിഞ്ഞൂടല്ലോ. ഞാൻ ഈ പരീക്ഷ ജയിക്കും. എനിക്ക് ചോദ്യമില്ല. തിരിച്ചു പിടിയുന്നേ. എന്ത് ഞാൻ എവിടെ പോയാലും നിങ്ങൾ അവിടെ ഉണ്ടല്ലോ. തന്റെ പരീക്ഷ എഴുതാൻ പോയ അവിടെ, ജോലിക്ക് ഇന്റർവ്യൂവിന് പോയ അവിടെ, നിങ്ങൾ ഇവിടെ. നീ എന്താടാ ഇവിടെ? എം ന്യൂസിൽ ഇവിടെ പ്രേതം ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിച്ച് അവിടെ ജോലി കിട്ടും. അതിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്നേ. നിങ്ങൾ എന്തിന് ഇവിടെ? ഈ പറഞ്ഞത് രണ്ടാമത് പറയാ എനിക്ക് വയ്യ. ഞാനും അതിന് തന്നെ വന്നേ. നിങ്ങളും അവിടെയാണോ ജോലി ചെയ്യാൻ പോണേ? നീയും അവിടെയാണോ ജോലി ചെയ്യാൻ പോണേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പ്രേതത്തിനെ വിളിച്ചു വരുത്തി വല്ല എക്സ്പീരിയൻസും ഉണ്ടാ? നിന്റെ അമ്മ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടെന്നാരടാ? ഇതിലും വലിയ എക്സ്പീരിയൻസ് വേണോ? ഞാൻ വല്ല വിളിച്ചാ പറയും കേട്ടോ. പണ്ടേ ഉള്ളതാ എന്റെ അമ്മയെ നിങ്ങൾ കളിയാക്കണത്. ഇങ്ങനെ കളിയാക്കാനാണ് പിന്നെ എന്തിനാണ് സ്നേഹിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്ന പോടാ എഴുന്നേറ്റ്. നിനക്കറിയാമോടാ, എന്റെ വീടിന്റെ അടുത്തല്ലേ അവളെ വീട്. അങ്ങനെ ഒരു ദിവസം ഞാൻ തുണിയെല്ലാം കൂടെ അലക്കിയിട്ട് അശയിൽ ഞാൻ ഇങ്ങനെ ഇട്ടതാ. ഈ ആക്ഷൻ കണ്ടപ്പോ അവള് വിചാരിച്ചു അവളെ ഞാൻ വിളിച്ചേന്ന്. അങ്ങനെ വന്ന് വീട്ടിൽ കയറി ഇരുന്നല്ലേടാ അവള്. ഇപ്പൊ അങ്ങനെ അല്ലേ? കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര സ്നേഹം, ഇപ്പൊ എവിടെ പോയി ആ സ്നേഹമൊക്കെ? എടാ, കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം നിന്നെ അവള് പ്രസവിച്ചപ്പോ ഞാൻ അവളങ്ങ് വെറുത്ത്. അതെന്തൊരു സംസാരം സംസാരിച്ചേ? ഞാൻ പോയിട്ട് നിങ്ങളല്ലേ കയറി പറഞ്ഞത്? മോനെ മനു, ഒരു കാര്യം നീ ആദ്യം മനസ്സിലാക്കണം. എന്തോന്ന്? ഞാൻ ഉദാഹരണത്തിന്, നീ ഇപ്പം ഓൺലൈനിൽ നിന്ന് ഒരു ഷർട്ട് ഓർഡർ ചെയ്തു. വന്ന സാധനം നീ ഉദ്ദേശിച്ചതല്ല. അല്ല. അപ്പൊ നിനക്ക് എന്ത് തോന്നും? പിന്നെ ദേഷ്യം വരൂലേ? അത് എന്നെ അച്ഛനും തോന്നി. അത് എന്നെ അച്ഛനും തോന്നിയത്. അതെ, ഞാൻ കാരണം നിങ്ങൾക്കല്ല, നിങ്ങളുടെ തലവട്ട ഞാൻ എന്ന് കണ്ടോ അന്ന് തൊട്ടാ എനിക്ക് ഗതി പിടിക്കാത്തത്. അത് എന്തൊരു ലോജിക്ക് ഇല്ലാത്ത വർത്താനോടെ. എന്റെ അമ്മ പ്രസവിച്ചപ്പോ നീ ഇല്ലല്ല, പിന്നെ എങ്ങനെ എന്റെ തലവെട്ടാൻ കാണും? എന്റെ പൊന്നുപോലെ നിനക്ക് എന്റെ അടുത്ത് ഇഷ്ടമുണ്ടല്ലേടാ? അങ്ങനെ പറഞ്ഞേ? ലോകത്ത് ഏതെങ്കിലും തന്തമാര് മക്കളെടുത്ത് ഞാൻ ഈ പറഞ്ഞ മുളഞ്ഞ കോമഡി പറഞ്ഞെങ്കിൽ വെട്ടി കൊന്നേനെ. നീ കൈ പോലും പൊക്കിയില്ല. എന്താ കൈ പൊക്കാത്തെന്നറിയോ? എന്റെ അമ്മ വെള്ള സാരി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന കാണാൻ വയ്യാത്തോണ്ട്. അത്രേ ഉള്ളൂ. കൊല്ലുന്നോ? എന്റെ പൊന്നച്ചാ, നമുക്ക് രണ്ടുപേർക്കും ഒരു കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ആദ്യം പ്രേതം എവിടെ ഉണ്ടെന്ന് കണ്ടുപിടി, എന്നാലേ ജോലി കിട്ടുള്ളൂ. നീ ഇപ്പൊ ഈ ഡിജിറ്റലിലോട്ട് മാറിയിട്ടില്ല. അത് ആദ്യം അങ്ങനെ മനസ്സിലാക്കണ്ട. കണ്ടാ ഇത് കണ്ടാ, ഇത് പ്രേതം എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള മെഷീനാണ് ഞാൻ വാങ്ങിച്ചത്. സത്യമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഡൗട്ട് ഉണ്ടോ? നോക്കോ. നിങ്ങൾ ഇത് എവിടെ പോണത്? ഒരെണ്ണം എനിക്ക് ഇവിടെ ഉണ്ട്. ഒരെണ്ണം എനിക്ക്. നിനക്ക് വേണോ? കണ്ടോ ഇപ്പഴല്ലോ. അതേതോ പൊളിഞ്ഞ സാധനം. ഒരു ചെറുത് നിനക്ക്. അരി ഉണ്ടാക്കല്ലേ, കൊണ്ടുപോവാ. അമ്മയ്ക്ക് ഒരെണ്ണം വേണോ? ആദ്യം കൊണ്ടുപോവാ. നിങ്ങളിത് എവിടെ നിന്ന് വാങ്ങിയത്? ഓൺലൈനിൽ നിന്ന് ഓർഡർ 199 രൂപ. ഇതിന്റെ പുറത്ത് എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതറിയെങ്കിൽ ആദ്യം വാദം പിടിക്കാൻ പറ്റുമോ? എന്റെ പൊന്നച്ച, ഇത് പ്രേതത്തിനെ പിടിക്കുന്ന മിഷൻ അല്ല, പിന്നെ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മിഷനാ. കണ്ടോ?
നീ കുടിച്ചല്ലേടാ നീ കുടിച്ചല്ലേടാ നീ കുടിച്ച് കുടി തുടങ്ങി എനിക്ക് വയ്യ എനിക്ക് വയ്യ അതെന്താണെന്നറിയോ? ഈ അമ്മ അറിയല്ലേ എന്തോന്ന് നമ്മൾ രണ്ടും കുടിച്ച കാര്യം സത്യം ഞാൻ ഒരു കാര്യം പറയട്ടാ സത്യം പറഞ്ഞ നമ്മൾ പ്രേതത്തിന് തേടി അങ്ങോട്ട് പോവേണ്ട കാര്യമില്ല പിന്നെ പ്രേതം എവിടെ ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ ചിലങ്കയുടെ ശബ്ദം കേൾക്കും എന്തിനാ ഈ പ്രേതം ചിലം കേട്ടണത്? അരങ്ങേറ്റത്തിന് പോണ പ്രേതമായിരിക്കും ഞാൻ ഈ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാരും ഒരേ സ്ഥലത്തില് വാവുന്ന് വാവൂന്ന് പറഞ്ഞല്ല പിന്നെ പട്ടിക്ക് പോലും ഇഷ്ടപ്പെടാതെ കൂവിയതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്ക്. എന്താ അതൊരു കുട്ടിപ്പട്ടി നിങ്ങളെ തന്തയ്ക്ക് വിളിച്ചത്. പട്ടിക്കുട്ടി നിങ്ങൾ പ്രേതത്തിനെ കണ്ടുപിടിക്കാൻ നോക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കണം പ്രേതത്തിന് തിരക്കേണ്ട കാര്യമൊന്നുമില്ല അത് സിമ്പിൾ ആണ് ഞാൻ കാര്യം മനസ്സിലാക്കാം ഇത്രയും നേരം വന്നിട്ടേ നീ പോലും മനസ്സിലാക്കാത്ത കാര്യം ഞാൻ കണ്ടുപിടിച്ചല്ല എന്തോന്ന് ഇതൊരു പഴയ ബംഗ്ലാവാണ് പിന്നെ പുതിയ ബംഗ്ലാവ് ആണെങ്കിൽ പൂട്ടിയിട്ടിക്കോ. ശരി 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 മനു നിനക്കൊരു കാര്യം അറിയാമോ ഞാനേ ഒരു രാത്രി 12 മണിക്കാണ് ഇവിടെ വന്നത് വന്നപ്പോ തന്നെ ഇവിടത്തെ കിണറ്റിലൊന്ന് എത്തി നോക്കി. അതിന് ഈ ബംഗ്ലാവിന്റെ കിണറ്റിൽ എത്തി നോക്കാൻ പോണത് എടാ മലയാളികളുടെ സ്ഥിര സ്വഭാവമാണ് ആദ്യം ഒരു വീട്ടിൽ വന്നാൽ കിണറ്റി എത്തി നോക്കണം അങ്ങനെ ഞാനും എത്തി നോക്കി എത്തി നോക്കിയപ്പോ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോടാച്ചൻ എന്തോന്ന് പ്രേതോ ആരെയോ വന്നിട്ട് കൊന്നിട്ട് നാക്കറുത്ത് കിണറ്റിന്റെ കരയെ വെച്ചിരിക്കുന്നു. അയ്യോ നാക്കറുത്ത് കിണറ്റിന്റെ കര വെച്ചതല്ല പിന്നെ ഞാൻ കാല് കഴിച്ച് ലൈഫ് ബോയ് സോപ്പ് എടുത്ത് അവിടെ വെച്ചത്. അത് കണ്ട് പേടിച്ച് എത്ര നേരം അവിടെ നിന്നറിയാമോ ആവശ്യമില്ല ഓരോ കാര്യം പറഞ്ഞുണ്ടാക്കാനായിട്ട്. പിന്നെ അച്ഛൻ ഇന്നലെ രാത്രി ഒരു പ്രേതപ്പടം കണ്ടോ സത്യമായിട്ട് ഒരു പ്രേതപ്പടം ഓ നമ്മളെ ഇനി ആ രാത്രി കിടന്നു തുടങ്ങിയപ്പോ വേന്നൊക്കെ കാണിച്ചോണ്ട് ഒരു പ്രേതപ്പടം കണ്ട് കിടുങ്ങിപ്പോടാ ഞാൻ. അതേത് പ്രേതപ്പടം? കൊഞ്ചേറി ആ ഒരു പാവക്കുട്ടി ഇങ്ങനെ വന്നിട്ട് വേന്നാക്കണേ കോഞ്ചറിങ് മാറ്റിയോ അതിന്റെ പേര് അങ്ങനെ. ആ അതൊക്കെ എനിക്കറിഞ്ഞൂടാ എന്നാലും നമുക്ക് എത്ര മേക്ക ഈ പൊണ്ണക്കാട്ടിന്ന് പോവാം. പൊണ്ണക്കാടാ എന്തുവാ ഇത്? പോണക്കാട്. അങ്ങനെയാണാ? അതിന്റെ പേര് അങ്ങനെ. ഓവാ സൗണ്ട് കേട്ടെ പേടിക്കല്ലേ പേടിക്കല്ലേ അച്ഛൻ നിൽക്കുമ്പോ ഇവിടെ നിന്നില്ല ഞാൻ പിടിച്ചോണ്ട് വരാം. ചുമ്മാ ആവശ്യമില്ല നീ പേടിക്ക ചുമ്മാ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ ചുമ്മാ വെറുതെ 8 വയസ്സുള്ള ഒരു അതിഥി രാജവമ്പാല കവളി മടല് 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 മടല്. എന്നെ പേടിക്കണോടാ ഒരു മടല് കണ്ടിട്ട്. നീ പുഷ്കരന്റെ മോനല്ലേടാ ഒരു മടൽ കണ്ടപ്പോ അങ്ങ് ഓടയണവൻ ആവശ്യമില്ലാതെ. ലോകത്തിലെ ഒന്നിനെ കുറിച്ചും പേടിയില്ലാത്തതാണ് ഈ പുഷ്കരൻ. എന്താ പൂച്ച പൂച്ച? ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഒരിക്കലും പ്രേതം വരും. അതെന്ത്? ഈ മുളഞ്ഞ പൂച്ചയുടെ മുഖം നോക്കണം ഇത് കണ്ട ആടെ പേടിച്ചിരിക്കണത്. എന്താ കയ്യിലാണി? അതറിഞ്ഞൂടെ? ഇല്ല. ആണി ഉണ്ടെങ്കിൽ നമ്മളെ പ്രേതം ഒന്നും ചെയ്യൂല. അപ്പൊ നിന്റെ അച്ഛനെ ഒന്നും ചെയ്യൂല. അതെന്ത്? കാലി മൊത്തം ആണിയല്ലേ? അതല്ല കിഴങ്ങേ. എന്ത്? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ അങ്ങനെ വിളിക്കല്ലേ. നന കിഴങ്ങേ. നമ്മുടെ കയ്യിൽ ഇരുമ്പുണ്ടെങ്കിൽ നമ്മളെ പ്രേതം ഒന്നും ചെയ്യൂല. അടിച്ചാന്നുണ്ടല്ല മണ്ടത്തരം വിളിച്ച് പറയല്ലേ. എടാ നാഗവല്ലി നകുലിനെ കൊന്നത് വാള് കൊണ്ടാണ് അല്ലാതെ പ്ലാസ്റ്റിക് കസേറ്റ് അടിച്ചല്ല കൊന്നത്. എന്റെ അച്ഛ അത് സിനിമ. ഞാൻ പറഞ്ഞ മ്യൂസിക് ലാലം വന്നു പക്ഷെ കൊല്ലം ഷാപ്പി അല്ല വെട്ടിയത് നാഗവല്ലി തന്നെ വെട്ടിയത്. ഇയാളിത് എന്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ പോയാടാ എത്രയും വേഗം നമുക്ക് പ്രേതത്തിനെ പിടിക്കണം. ഒരു ഇനി പ്രേതം വരാൻ ഒരു വഴിയേ ഉള്ളൂ. നീ ഓടിപ്പോയി നിന്റെ അമ്മയിന്ന് വീട്ടിൽ വിളിച്ചിട്ട് വാ. എന്തിനാ അമ്മയെ വിളിച്ചോണ്ട് വരണേ? ചിലപ്പോ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വന്നാലാ ഞാൻ വല്ലോ വിളിക്കാൻ പറയും കേട്ടോ. അമ്മയെ കളിയാക്കലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ പൂച്ചടിച്ചപ്പോ കുഴപ്പമില്ല അമ്മയടുത്ത് ഭയങ്കര സ്നേഹം. എന്റെ അച്ഛ അതല്ല. നമ്മൾ ഈ യക്ഷികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ യക്ഷികൾ ഒരു സിഗ്നൽ തരും. അത് കക്ഷികൾ, ഇത് യക്ഷികൾ. പറയണ പിന്നെ നിങ്ങൾക്ക് വിസിലടിക്കാമാ? അമ്മ അറിയായിരുന്നു. അതായത് യക്ഷികൾ വരുമ്പോ നമുക്ക് കുറെ സിഗ്നലുകൾ തരും. കുറെ സിഗ്നൽ തരും. അതിലാദ്യം പതിയെ കാറ്റിങ്ങനെ വീശുന്നുണ്ട് വീശുന്നുണ്ട്. അത് കഴിഞ്ഞ് ദൂരേന്നൊരു പാട്ട് കേൾക്കും. അത് കഴിഞ്ഞ് ഒരു പാലപ്പൂവിന്റെ മണം വരും. പാലപ്പൂവിന്റെ മണം എന്ന് പറഞ്ഞാൽ എന്തൊന്ന് വൃത്തികെട്ട മണം. ഒരിക്കലും പാലപ്പൂത്ത മണം പെടുത്താച്ചാ അയ്യേ
എന്നാൽ ഇവിടെ നിന്ന് പെടുക്കുക എന്നൊക്കെ പറഞ്ഞാ പിന്നെ ഈ പേടിച്ചിരിക്കണം ഞാൻ നിന്റെ അടുത്ത് എക്സ്ക്യൂസ് മീ വാഷ്റൂം ഉണ്ടാന്ന് ചോദിക്കാൻ പറ്റുമോ? എന്തോന്ന് വെച്ചാ കാണിക്കണത്? നിജമാൻ, നീ പേടിക്കണ്ട. അച്ഛൻ സാധനം വെട്ടിയേക്കുന്നു. അച്ഛാ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കിനി അധികം നേരമില്ല. മനു, എന്റെ പൊന്നുമോൻ ഒരു വാക്ക് എന്റെ അടുത്തും പറഞ്ഞില്ല. ഇനി എത്ര നാൾ നീ ഭൂമി ജീവിക്കണം? ഞാൻ ചാവുന്ന കാര്യമല്ല പറഞ്ഞത്, എന്നെ? പ്രയത്തിനെ പിടിക്കാനുള്ള കാര്യം. അത് പിടിക്കണം. നിനക്ക് പിടിച്ചോ. പിടിക്കാൻ വല്ലതും ഉണ്ട്? പിടിച്ചോ. ഓ എടുത്ത് എന്നാ എടുത്തേത്? എന്തിനാ അത്? ഇതാണ് ഓജോ ബോർഡ്. എന്നുവെച്ചാ? ഇതുണ്ടെങ്കിൽ നമുക്ക് പ്രയത്തിനെ വിളിച്ചു വരുത്താൻ പറ്റുള്ളൂ. ദേ. അതിനെ നൂത്തുപോയി. ഞാൻ ചുരുട്ടി അത് കൊല്ലുന്നു. ഞാൻ ചുരുട്ടി അത് കൊല്ലുന്നു. അമ്മേടെ എന്നെ നോക്ക്. സൈഡിൽ വെക്കടാ. നിങ്ങൾക്ക് പ്രാന്താന്നേ. പിന്നെ ചുരുട്ടിയ പേപ്പർ നോക്കുമ്പോ ചുരുളൂലേ? വല്ല കല്ലൊക്കെ എടുത്തോണ്ട് നേരെ വെക്കാൻ നോക്കിയത് എന്തോന്നത്? അണ്ടത്തരം അല്ലാതെ കാണിക്കില്ല. അടുത്ത വൈ. അച്ഛാ ഇതെന്തോന്നറിയോ? താജ്മഹൽ. ഇത് ഗ്ലാസ്. അപ്പൊ നിനക്ക് അറിയാം. ഇങ്ങോട്ട് അങ്ങോട്ട്. കാണിച്ചില്ല. ഒഴി ഒഴിയുടെ എന്തോന്നു? ഒഴിയുടെ എന്തോന്നു? അപ്പൊ എടുത്തില്ലേ? എടുത്ത് ഐസ് ഇട്ടല്ലേ അടിക്കണേ? ഐസ് ഇട്ട് അടിക്കണേ? പൈസ സന്ദേ ഇവിടെ ബോജോ ബോർഡ് കളിക്കാനാണ് വന്നത്. ഇത് അറിയാം. എന്തോന്നാണെന്ന് അറിഞ്ഞൂടല്ലേ? ഓരായാലും ചെളിക്കിറങ്ങി പോകട്ടെ. ആർക്കും വെക്കാം, എവിടെ വെക്കാം, മറിച്ചിരിക്കണ കടന്നു വരും. ട്രാക്കുള്ള ആരായാലും കടന്നു വരും. അടിച്ച കമ്പനിക്ക് അടിച്ചില്ലെങ്കിൽ എനിക്ക് അടിച്ചു വെച്ച് കാറ്റില്ലേ? നിങ്ങൾ കുരുക്കി കുത്തി കളിക്കാനാണ് വന്നത്. പ്രയത്തിനെ വിളിച്ചത് തന്നെയല്ലേ വന്നത്? ഇങ്ങട് ഈ കോയിൻ ഇവിടെ വെക്കണം. എന്നിട്ട് ഈ ഗ്ലാസ് ഇതിന്റെ പുറത്ത് വെക്കണം. കൈ ഇങ്ങട്. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറയണം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് 3 വട്ടം പറയണം. നേരത്തെ ചുമ്മാ പറഞ്ഞാണല്ലേ? മനസ്സിലായി. പറ. നല്ല ചാരായം കൊണ്ടുപോവാ. നല്ല ചാരായം ആ ഫുഡ് എന്തുവാടാ? നല്ലത് സ്പിരിറ്റ് ചാരായം. നല്ല ചാരായം കൊണ്ടുപോവാ. ഇത് ആ സ്പിരിറ്റ് അല്ല. കള്ളമാറ്റാ. അയ്യോ അതല്ല, പിന്നെ ആത്മാവാണ് സ്പിരിറ്റ്. ചുമ്മാ അതല്ലടാ, ഇതൊക്കെ അടിച്ചിട്ട് 24 മണിക്കൂറും പറന്ന് കിടക്കണത്. ഇയാളിത് എന്തോന്നൊക്കെ പറഞ്ഞാൽ വന്നേ. ഈ കൈ ഇവിടെ വൈ. ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഞാൻ നല്ല ഡബിങ് അടിച്ച് ഞാൻ പിടിച്ചോളാം. പോടാ. ഞാൻ പറയുന്നേ എനിക്ക് അറിയണ്ടല്ല. നീ പറഞ്ഞത് പറഞ്ഞാ പോരെ? നീ അങ്ങോട്ട് പോകാം. കളി. ഉപ്പര് തെറ്റ് അച്ചട പൊന്നു അമ്മട പൊന്നെ പോടിപ്പാടാ. എന്തിനടാ അമ്മ അടിച്ചിരിക്കണേ? ചുര പൊന്നെ ചക്കട പൊന്നെ എന്തടാ കുട്ട ഓടിപ്പാടാ. ഓടിപ്പാടാ. ചക്കട പൊന്നെ അമ്മടെ ബാബേ എന്താടാ വരാത്തെ? ഓടി വാടാ. മനുവേ ഇത്ര പറഞ്ഞിട്ടൊന്നും പറ്റില്ല. ആരും പറഞ്ഞില്ലല്ല. അയ്യോ തിന്നെ എന്റെ മനുരത്തില്ലേ? അയ്യോ പ്രാണം മൊത്തം തിന്നിട്ട് എല്ലാം കഷ്ടം ബാക്കി വെച്ച് അവിടെ തള്ളയെടുത്ത് ഞാൻ എന്തിനു പറയും? സ്വന്തം പോലെ കജാവീടി കളിച്ചു കൊന്നില്ലേ?
അച്ഛാ അയ്യോ പ്രേതം! അച്ഛാ 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 എണീക്കച്ചാ അച്ഛാ എണീക്ക് എന്തായാലും പറ്റിയാ മനുവിനെ തിന്നേ മനുവിനെ തിന്നേ എന്തോന്ന് മോനെ തിന്നേ മനുവിനെ തിന്നേ അച്ഛാ മനുവിനെ തിന്നേ അച്ഛാ മോനെ തിന്നേ അച്ഛാ മനുവിനെ തിന്നേ ഞാനാ അച്ഛാ ഞാനാ അച്ഛാ മനുവിനെ തിന്നേ അച്ഛൻ മോനെ തിന്നേ ഞാനാ മോൻ മോനെ തിന്നേ മനുവിനെ തിന്നേ എനിക്ക് മനുവിനെ തിന്നേ അച്ഛാ മനുവിനെ തിന്നേ അയ്യോ മനുവിനെ തിന്നേ എന്റെ അച്ഛനെത്തോ പറ്റി എന്റെ അച്ഛനെത്തോ പറ്റി ഞാനിനി വീട്ടിൽ ചെന്നെത്തോന്ന് പറയും എന്റെ അച്ഛനെത്തോ പറ്റി ഞാനിനി എന്ന് പറയും എന്റെ അച്ഛനെത്തോ പറ്റി അച്ഛനെ പ്രേതത്തിന്റെ അച്ഛനെ പ്രേതത്തിന്റെ എല്ലാം കൂടെ മാത്രം ആക്കി വെച്ചിങ്ങളെ അയ്യോ ഞാനിനി എന്ത് ചെയ്യും അയ്യോ അയ്യോ അച്ഛന്റെ പ്രേതം മനുവിനെ തിന്നേ അച്ഛനെ തിന്നേ 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 നമ്മളെ തിന്നേ അച്ഛനെ തിന്നേ മനുവിനെ തിന്നേ അച്ഛനെ തിന്നേ മനുവിനെ തിന്നേ അച്ഛനെ തിന്നേ മനുവിനെ തിന്നേ അച്ഛനെ തിന്നേ നിങ്ങളെ തിന്നും അച്ഛനെ തിന്നേ നിങ്ങളെ തിന്നും അച്ഛനെ തിന്നേ